ഹലോ എവ്രിവൺ. രജനീകാന്ത് നായിക വേഷത്തിലെത്തി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം കൂലിയുടെ സ്പോയിലേഴ്സ് ഇല്ലാത്തൊരു റിവ്യൂ ആണ്. മൈസെൽഫ് അശ്വതി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലോകേഷ് സംവിധാനം ചെയ്ത ഇതിന് മുന്നത്തെ മൂവി ലിയോ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ബിലോ ആവറേജ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയേണ്ടി വരും കൂലി. ഒരു രക്ഷകൻ മൂവി എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഈ സിനിമയിൽ നിന്ന് കിട്ടാനില്ല. കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സ് രജനീകാന്ത്, നാഗാർജുന, സൗബിൻ ഷാക്കിർ, സത്യരാജ് എന്നിവരൊഴിച്ച് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വെറുതെ അടിമേടിക്കാൻ വേണ്ടി മാത്രം വന്നു പോയ പോലെയാണ് തോന്നിയത്. ഇതിൽ സൗബിന്റെ ക്യാരക്ടർ ശരിക്കും എടുത്തു പറയണം. നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് സമയത്ത് സൗബിന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് കണ്ടിരുന്നു. ഭയങ്കര കോൺഫിഡന്റ് ആൻഡ് ചാം ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ അതിൽ. സിമിലർലി സിനിമയിലേക്ക് വരുമ്പോഴും വർത്ത് മെൻഷനിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സൗബിൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ തുടങ്ങിയ ആക്ടേഴ്സിനൊക്കെ മലയാളം ഇൻഡസ്ട്രിയുടെ പുറത്ത് ഒരു സ്വീകാര്യത ലഭിച്ചതുപോലെ സൗബിനും ഇനി മുതൽ കിട്ടാൻ മാത്രം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കൂലിയിൽ അദ്ദേഹത്തിൻ്റെത്. ഫീമെയിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ശ്രുതി ഹാസൻ ആണ്. പൊതുവെ ഇതുപോലുള്ള ആക്ഷൻ തമിഴ് പടങ്ങളിലുള്ള പോലൊക്കെ തന്നെ ഹീറോയുടെ ആ ഒരു മാസ് കാണിക്കാൻ വേണ്ടി മാത്രം കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ശ്രുതി ഹാസന്റേത്. പ്രതികരിക്കാമെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ പോലും ഒരു പൊട്ടിയായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ. സിനിമയുടെ ആദ്യ ഭാഗത്ത് രജനീകാന്തിന്റെ ആ ഒരു ഇൻട്രോ ഷോട്ട്സ് കണ്ടപ്പം ശരിക്കും പറഞ്ഞ സിനിമ കുറച്ച് എക്സ്പെക്ട് ചെയ്യാൻ മാത്രം ഉണ്ട് എന്ന് തോന്നിയായിരുന്നു. പക്ഷെ അത് ആ ഇൻട്രോ ഷോട്ട്സിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഫൈറ്റ് സീക്വൻസും ഉണ്ട്. അതിന്റെ ആ ഫൈറ്റ് സീക്വൻസും കോറിയോഗ്രാഫിയും എല്ലാം നന്നായിട്ട് തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ട് മൂവിയുടെ ഒന്നും നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നിയിട്ടില്ല. സിനിമയുടെ ഒരേ ഒരു പോസിറ്റീവ് ഫാക്ടർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ആസ് യൂഷ്വൽ അനിരുദ്ധാണ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് അത്ര നന്നായി തോന്നിയില്ല. ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന അതേ ഒരു പാറ്റേൺ, അതേ ട്രാക്ക്, അതേ ബീറ്റ്, പ്രത്യേകിച്ച് ഡിഫറെന്റ് ആയിട്ടൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൂവിയെ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു രജനീകാന്ത് മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ തിയേറ്റർ ഉറങ്ങിപ്പോയി എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് നമുക്കൊന്ന് കൈയടിക്കാനോ നോയ്സിൽ അടിക്കാനോ ഒന്നും തോന്നുന്ന രീതിയിലുള്ള സീനോ ആക്ഷൻസോ ഒന്നും തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. സോ ഇൻ ടോട്ടൽ മൂവി എനിക്ക് പേഴ്സണലി നല്ല ലാഗായിരുന്നു. എനിക്ക് തീരെ വർക്കായിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നാണെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ബൈ ബൈ.